വെസ്റ്റ് ദില്ലിയിൽ 4 സീറ്റിൽ കൂടുതലായി ലീഡ് ചെയ്യുന്നു ബി.ജെ.പി. ഇങ്ങനെ ആദ്യഘട്ട കണക്കാണെങ്കിലും അതൊരു ട്രെൻഡിന്റെ സൂചനയല്ലേ എന്ന് സ്വാഭാവികമായി നമുക്ക് എല്ലാവർക്കും തോന്നുന്ന തരത്തിലാണ് ഇപ്പോഴത്തെ ഡിജിറ്റുകൾ മാറി മാറി വരുന്നത്. ബി.ജെ.പിക്ക് അനുകൂലമായി അവിടുത്തെ വോട്ടർമാർ ചിന്തിച്ചോ എന്ന സൂചനയുണ്ട്. പക്ഷെ ഉറപ്പിക്കാൻ ഉള്ള സമയം ആയിട്ടേ ഇല്ല. 36 എന്ന കേവല ബി.ജെ.പിക്ക് ആത്മവിശ്വാസം അല്ലെങ്കിൽ ഒരു ആഹ്ലാദം പ്രകടിപ്പിക്കാൻ ട്രെൻഡ് എന്ന് വിലയിരുത്താനേ കഴിയില്ല. വോട്ടെണ്ണൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു സസ്പെൻസ് നിറഞ്ഞ ഒരു സംഭവമാണല്ലോ വോട്ടെണ്ണൽ. ആ വോട്ടെണ്ണലിലെ എല്ലാ ചേരുവകളും ഉള്ള ഒരു സസ്പെൻസ് ത്രില്ലറായി തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ ആദ്യ മണിക്കൂർ. 36ലേക്ക് ബി.ജെ.പി കുറഞ്ഞു. അതായത് കൃത്യം കേവല ഭൂരിപക്ഷത്തിൽ എത്തി നിൽക്കുകയാണ്. ഇപ്പോൾ 29 എടുത്ത് ആം ആദ്മി പാർട്ടി. അതായത് അത്ര പിറകിലല്ല. നമുക്കിപ്പോൾ ഡൽഹിയെ കുറിച്ച് 9:30 വരെയെങ്കിലും ഒരു ആധികാരികമായ ഒരു വിവരം പറയാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മാറി മറിയുകയാണ്. EVMകളിൽ നിന്നുള്ള ആദ്യത്തെ കൗണ്ട് വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. 36-29 എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഡൽഹി. 36 ഇടത്ത് ബി.ജെ.പി, 29 ഇടത്ത് ആം ആദ്മി പാർട്ടി, ഒരിടത്ത് കോൺഗ്രസ്. തീപാറുന്ന പോരാട്ടം ഇന്ദ്രപ്രസ്ഥ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് മാത്രമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഡൽഹിയുടെ ഓരോ ഇടങ്ങളിലും അത് പ്രകടമായിരുന്നു. ഏതു സാധാരണക്കാരനോട് ചോദിച്ചാലും ആം ആദ്മി പാർട്ടി എന്ന് പറയുന്നത് കേട്ടുപോയ ഒരു പതിറ്റാണ്ടിന്റെ രാഷ്ട്രീയ ഓർമ്മകളാണ് നമുക്കുള്ളത്. ആം ആദ്മി പാർട്ടി ഒരു വലിയ പ്രസ്ഥാനമായി വരുന്നത്, അഴിമതിക്കെതിരായ വലിയ പോരാട്ടമായി വരുന്നത്, കോൺഗ്രസ് പോലെ ഷീലാ ദീക്ഷിതിനെ പോലെ ഒരു മഹാമേരുവിനെ മറിച്ചിട്ട് കടന്നു വരുന്നത്, കോൺഗ്രസ് പിന്നീട് തല ഉയർത്തിപ്പോയി നോക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കുന്നത്, ബി.ജെ.പിക്ക് 3-7 എന്ന ഒറ്റയക്കങ്ങളിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്നത്, ഇതൊക്കെ പഴയ ചരിത്രമാകുമോ എന്നുള്ള ചോദ്യം വളരെ ആകാംക്ഷയോടുകൂടി നമുക്ക് മുന്നോട്ട് വെക്കാൻ കഴിയും. പക്ഷേ ആ ഒരു വലിയ ഗ്യാപ്പ് നികത്തപ്പെടുന്നുണ്ട്. 36ലേക്ക് ബി.ജെ.പി ചുരുങ്ങിയിരിക്കുന്നു, 29ലേക്ക് ആപ്പ് മെച്ചപ്പെട്ടിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പങ്കുവയ്ക്കുന്നത് 2 ഇടത്തെ ഫലസൂചനയാണ്. ആ 2 ഇടത്തും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി പങ്കുവയ്ക്കുന്ന ഫലസൂചനകൾ 2 ഇടത്തും ബി.ജെ.പി ലീഡ് ചെയ്യുന്നു എന്നതുകൂടി ശ്രദ്ധിക്കണം. ബി.ജെ.പി ലീഡ് ചെയ്യുന്ന വിശ്വാസകലും ഷാഗ്ദ്രയിലും ആണ് എന്നതാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി മുന്നോട്ട് വയ്ക്കുന്ന ഫലസൂചന. അല്പസമയത്തിനകം അത് അപ്ഡേറ്റ് ചെയ്യപ്പെടും എന്ന് പ്രതീക്ഷിക്കാം. വിശ്വാസനഗറിൽ 16 റൗണ്ടും ഷാദിൽ 18 റൗണ്ടും ഉണ്ട്. അതുകൊണ്ട് ഇത് കേവലമായ ആദ്യ സൂചനകൾ മാത്രമാണ്. എങ്കിലും ഔദ്യോഗികമായി നൽകുന്ന ഫലമാണ്. അതേസമയം ഏജൻസികളും അവിടുത്തെ നമ്മുടെ റിപ്പോർട്ടർമാർ നൽകുന്ന വിവരമനുസരിച്ചാണെങ്കിൽ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നത് ഏറ്റവും ഒടുവിലത്തെ കൗണ്ട് 36-29 കേവല ഭൂരിപക്ഷം 36. ഇതിപ്പോ 18 റൗണ്ടുകളും മറ്റുമൊക്കെ ഉണ്ടെങ്കിലും ഒരു 2 റൗണ്ടിന്റെ സൂചന കിട്ടിയാൽ തന്നെ നമുക്കൊരു ട്രെൻഡ് ഉണ്ടെങ്കിൽ, ഒരു കാറ്റുണ്ടെങ്കിൽ, ഒരു വേവ് ഉണ്ടെങ്കിൽ അത് അറിയാൻ പറ്റും. നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് 1ാം റൗണ്ടിലെ സമ്പൂർണ്ണമായ വിവരത്തിനാണ്. ഇപ്പോൾ ബി.ജെ.പി കൃത്യമായി മുമ്പിലാണ്. കേവല ഭൂരിപക്ഷത്തെക്കാൾ കൂടിയ നമ്പറിൽ 29-36 എന്നുള്ളതാണ് ഇപ്പോഴത്തെ നില. ഇലക്ഷൻ കമ്മീഷൻ ബി.ജെ.പിക്ക് ലീഡ് പറയുന്ന ഒരു മണ്ഡലം ഷാദര. കഴിഞ്ഞ തവണ രാംനിവാസ് ഗോയൽ 5294 ആകെയുള്ള വ്യത്യാസം മാത്രമാണ് കേട്ടോ. 5000 വോട്ടുകളുടെ വ്യത്യാസം മാത്രമുള്ള മണ്ഡലമാണ്. അവിടെ ഇപ്പോൾ ബി.ജെ.പി മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായി ഇലക്ഷൻ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്ന ഒരു റിസൾട്ട് അല്ലെങ്കിൽ ലീഡ് നില എന്ന് പറയുന്നത്. ഷാദര മേഖലയിൽ പക്ഷേ ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ്. ഷാദര മേഖലയിൽ ഉൾപ്പെടുന്ന സീറ്റുകളിൽ ആം ആദ്മി പാർട്ടിക്ക് തന്നെയാണ് മുന്നേറ്റമുള്ളത്. അവിടെ 5 സീറ്റുകളാണ്. അതിൽ 3 സീറ്റുകൾ കഴിഞ്ഞ തവണ വിജയിച്ചത് ആപ്പാണ്. 2 സീറ്റുകളിൽ ബി.ജെ.പി. അതായത് ബി.ജെ.പിക്ക് താരതമ്യേന പ്രഭാവമുള്ള മേഖലയാണ്.